എല്ലാ ഗ്രാഫിക് ഡിസൈനർ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിജിറ്റൽ പ്രീപ്രസ്. ആദ്യമായി ഡിജിറ്റൽ പ്രീപ്രസിൽ ഡിജിറ്റൽ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. ഒരു ടെക്സ്റ്റ് ആണെങ്കിലും പിക്ചർ ആണെങ്കിലും 0, 1 എന്നീ ഡിജിറ്റലുകളായി കമ്പ്യൂട്ടർ അതിനെ മാറ്റുന്നു. അത് എന്താണ് എന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഈ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. ഡിജിറ്റലൈസേഷൻ 0, 1 എന്നാക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ സംഭരിച്ചു വയ്ക്കുന്ന സമ്പ്രദായം. 0യും 1ഉം ഇത് 2 ഡിജിറ്റ് ആണ്. ഇമേജസ് ടെക്സ്റ്റ് ഇൻ ഇമേജസ് കൺവേർട്ടഡ് ടു ബൈനറീസ്. അതായത് 0യും 1ഉം 2 ഡിജിറ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നു? ബൈനറീസ് എന്ന് പറയുന്നു. ഇനി ഇതിന്റെ താഴെയുള്ള ചിത്രങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് മനസ്സിലാവുന്നത് ഇമേജ് ഉള്ള ഭാഗങ്ങൾ 1ഉം ഇമേജ് ഇല്ലാത്ത ഭാഗങ്ങൾ 0യും ആണ്. അതായത് ഉണ്ട് ഇല്ല എന്നുള്ള അവസ്ഥയിൽ. ഈ പിക്ചറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും. വെളുത്ത കളങ്ങളൊക്കെ 0യും കറുത്ത ഭാഗങ്ങളൊക്കെ 1ഉം ആയിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഡോട്ടുകളെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ അതൊരു പക്ഷേ അക്ഷരങ്ങളുടെ രൂപം വരാം, അല്ലെങ്കിൽ ചിത്രങ്ങളുടെ രൂപം വരാം. ആ ഡോട്ടുകളുടെ ഡെപ്ത് വേരിയേഷൻ വരുമ്പോൾ അതിന്റെ കണ്ടിന്യൂയിങ്, അതായത് അതിന്റെ കണ്ടിന്യൂസ് ടോണോ ഗ്രഡേഷനോ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയാണിത്. ഡിജിറ്റ്സിന്റെ അല്ലെങ്കിൽ ഡോട്ടുകളുടെ എണ്ണം കൂടും തോറും ക്വാളിറ്റിയും കൂടും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡോട്ടുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ പിക്ചറിന്റെ ക്ലാരിറ്റി, അതല്ലെങ്കിൽ ആ പിക്ചർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി വരും. ഇവിടെ കണ്ടോ, ഓരോത് വെറും ഒരു കുത്ത മാത്രമാണ് അവിടെ ഇമേജ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നുന്നില്ല. അതിന്റെ എണ്ണം കൂടി കൂടി വന്നപ്പോ നമുക്ക് എന്താണ്, ഈ ഒരു ഇമേജ് ആണത്, അല്ലേ? അങ്ങനെ ഡിജിറ്റ്സിന്റെ സഹായത്താൽ ഏത് ക്വാളിറ്റി വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇതിലുണ്ട്. All the works that is to be printed with the help of a computer using binaries. എന്താണ് ബൈനറീസ്? That is zeros and ones. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? Printing with the help of binaries we may called digital printing. ട്രഡീഷണൽ പ്രീപ്രസിൽ നിന്നും ഡിജിറ്റൽ പ്രീപ്രസിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പണ്ട് പ്രിന്റ് പ്രൊഡക്ഷൻ നടത്തിയിരുന്നതിന് ഒരു കസ്റ്റമർ ഉണ്ടാവും, ഒരു ഏജൻസി ഉണ്ടാവും. തന്നിട്ടുള്ള വർക്ക് ആദ്യം ടൈപ്പ് സെറ്റിംഗ് സെക്ഷനിലേക്ക് എത്തുന്നു, പിന്നെ റീപ്രൊഡക്ഷൻ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു, പ്ലേറ്റ് മേക്കിംഗ് സെക്ഷനിലേക്ക് എത്തുന്നു. അവിടെ ലേ ഔട്ട് പ്രിപ്പറേഷൻ നടത്തണം, ലേ ഔട്ട് ഉണ്ടാക്കണം. എത്ര പേജിന്റെ ആണെങ്കിൽ അങ്ങനെ അതിന്റെ ഡമ്മി ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രിന്റിംഗ് ഡൗൺ ഫ്രെയിം അല്ലെങ്കിൽ എക്സ്പോസിംഗ് മെഷീൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മള് ട്രഡീഷണൽ പ്രീപ്രസിൽ നിന്നും ഡിജിറ്റൽ പ്രീപ്രസിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. Artist has gone. No need of physical type. ഇതെന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. മുൻപ് ഒരു ഇമേജ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കോപ്പി ബോർഡ്, ലെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോ അതിനായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ലൈറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഫ്ലൂറസെന്റ് ലാമ്പ്, നിയോൺ ലാമ്പ്, കാർബൺ ആർക്ക് ലാമ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് അങ്ങനെയുള്ള ലൈറ്റിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് അത് ഉപയോഗിക്കുന്നില്ല. ആർട്ടിസ്റ്റിന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു. ഒരു ചിത്രകാരന്റെയോ ഒരു ഫോട്ടോഗ്രാഫറുടെയോ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അതും വേണ്ട എന്നാണ് പറയുന്നത്. നോ നീഡ് ഓഫ് ഫിസിക്കൽ ടൈപ്പ്. മെറ്റാലിക് ടൈപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സെന്റൻസുകള്, വേർഡുകള്, സെന്റൻസുകള്, പാരഗ്രാഫുകള്, അതിനെ പേജുകളൊക്കെ ആക്കിയിരുന്ന ഇത്തരം ടൈപ്പുകളെ നമ്മള് അടുക്കി വെച്ചുകൊണ്ടായിരുന്നു. അതും ഇപ്പൊ ആവശ്യമില്ല. ഇത്തരം പ്ലേസുകളിലൊക്കെ എന്ത് വന്നു? All these places
യൂസ് മിയർലി എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ആണ് ഇത്തരം പ്ലേസുകളിലൊക്കെ ഇതിനെല്ലാം കൈയടക്കിയത്. വിച്ച് എംപ്ലോയ്സ് വിത്ത് സീറോസ് ആൻഡ് വൺസ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഡിസൈനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളുടെ ഐക്കൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ടെക്സ്റ്റ് മാറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ വേർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. അതിന് ഫീച്ചേഴ്സ് കുറവായതുകൊണ്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ലേഔട്ട് പ്രോഗ്രാംസ് ഉണ്ട്. കോർക്ക് എക്സ്പ്രസ്, ഇൻഡിസൈൻ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ന്യൂസ് പേപ്പർ ഡിസൈനിങ്ങിൽ ഉപയോഗിക്കുന്നു. സാധാരണ ബുക്ക് വർക്ക് ഒക്കെ ആണെങ്കിൽ പേജ് മേക്കർ ഉപയോഗിച്ചാൽ മതി. ഫോട്ടോസ്, പിക്ചേഴ്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനായി ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നു. കൂടാതെ കുറെ ഫ്രീ സോഫ്റ്റ്വെയറുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെല്ലാം പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രീ സോഫ്റ്റ്വെയറുകളും ഉണ്ട്. ഫോട്ടോഷോപ്പിന് പകരം ജിംബ് ഉപയോഗിക്കുന്നു, ഇല്ലുസ്ട്രേറ്ററിന് പകരം ഇങ്ക്സ്കേപ്പ് ഉപയോഗിക്കുന്നു, ഇൻഡിസൈനിന് പകരമായിട്ട് സ്ക്രൈബേഴ്സ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. ഇത്തരം സോഫ്റ്റ്വെയറുകളിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനായി ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ഐഡിയയാണ് അതിന്റെ ഒരു ലിമിറ്റ്. ഡിജിറ്റൽ പ്രിന്റിംഗ് പ്രോസസ്സിൽ കൺവെൻഷണൽ പ്രിന്റിംഗ് പ്രോസസ്സിലുള്ള പോലെ തന്നെ പണികൾക്കൊന്നും മാറ്റമില്ല. കസ്റ്റമർ എന്ന രീതിയിൽ കൂടുതൽ റോളുകൾ വന്നു. കൺസെപ്റ്റ്, മാനുസ്ക്രിപ്റ്റ്, ടെക്സ്റ്റ്, ലേഔട്ട്, പിക്ചർ സെലക്ഷൻ, ടെക്സ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നത് വരെ ഒരു കസ്റ്റമർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പ്രിന്റ് ചെയ്യാനുള്ള റിക്വയർമെന്റ്സ് ഇല്ല എങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളോ പ്രൂഫിംഗ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഡിജിറ്റൽ പ്രീപ്രസ് എന്താണ് എന്ന് നോക്കാം. നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫയൽ പ്രിന്റിങ്ങിന് വേണ്ട രീതിയിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു സെക്ഷൻ ആണ് പ്രീപ്രസ്. അപ്പൊ ഡിജിറ്റൽ പ്രീപ്രസോ is the process of preparing digital files for a printing press, making them ready for printing. ഈ ഒരു പ്രോസസ്സിലാണ് ടൈപ്പ് സെറ്റിംഗ്, കോപ്പി എഡിറ്റിംഗ്, പ്രൂഫിംഗ്, ഇമ്പോസിഷൻ, CTP തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഒരു ഫയൽ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് അയക്കുന്നതിന് മുൻപായി എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസൈനർ എന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഫയൽ പ്രിപ്പറേഷൻ, പ്രീപ്രസ് സെറ്റിംഗ്, കളർ സെപ്പറേഷൻ എന്നിങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു ഗ്രാഫിക് ഡിസൈനർ അറിഞ്ഞിരിക്കണം. ഫയൽ പ്രിപ്പറേഷൻ നോക്കാം. ഫയൽ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ടത് ഇമേജസ്, ഫോൺസ്, കളേഴ്സ്, ഡോക്യുമെന്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഇമേജസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു പ്രിന്റിങ്ങിന് വേണ്ടി ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് 300 dpi എങ്കിലും റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ 72 dpi ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതിന് പിക്സലേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് എൻലാർജ് ചെയ്യുമ്പോൾ അതിന് പിക്സലേഷൻ വരാം. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജ് കുറച്ച് സൈസ് കൂടിയ ഇമേജും ആയിരിക്കണം. ഫോൺസ് ആണെങ്കിൽ നമ്മളിപ്പോ സെറ്റ് ചെയ്ത് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യാം. എന്തെങ്കിലും മിസ്സിങ്ങുകൾ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൂഫ് റീഡ് ചെയ്യണം. അതുപോലെ തന്നെ റീഡബിൾ ആയിട്ടുള്ള ഫോണ്ടുകളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. വളരെ ചെറിയ ഫോണ്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ
അതിലൊക്കെ മഷിയൊക്കെ കയറിയിട്ട് നമുക്ക് വായിക്കാൻ പറ്റാണ്ട് വരും. അതുകൊണ്ടാണ് റീഡബിൾ ആയിട്ടുള്ള കുറച്ച് വലിയ ഫോണ്ടുകൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ തിൻ ഫോൺസ് യൂസ് ചെയ്താലും അതുപോലെ തന്നെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് കിട്ടില്ല. കളേഴ്സ് CMYK കളേഴ്സ് തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഒരു പ്രിന്റിംഗ് പർപ്പസിനായിട്ട് CMYK കളേഴ്സ് തന്നെയായിരിക്കും ഉപയോഗിക്കേണ്ടത്. പാൻടോൺ കളേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ നമ്പർ കൃത്യമായി കൊടുത്തിരിക്കണം. ഡോക്യുമെന്റ് നമ്മൾ ഒരു ഡോക്യുമെന്റിൽ ബ്ലേഡ് ഇട്ടിട്ടുണ്ട്, 3 മില്ലിമീറ്റർ ബ്ലേഡ് കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സേഫ് ഏരിയ നോക്കണം. അതായത് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് നമ്മുടെ ഇമേജ് ഏരിയയും കഴിഞ്ഞ് സേഫ് ഏരിയയും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് പോകുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം 3 മില്ലിമീറ്റർ ആണ്. അതിനെയാണ് നമ്മൾ ആ ഭാഗത്തിനെയാണ് കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഫയൽ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫയലുകളെ എല്ലാം തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഏതൊരു കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്കിലും അത്ര എല്ലാ ഫയലുകളെയും നമ്മൾ ഏത് കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കണം? റിപ്പിംഗ് കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കണം. ഈ റിപ്പിംഗ് കമ്പ്യൂട്ടർ ആണ് ഹൈ എൻഡ് കമ്പ്യൂട്ടർ. എല്ലാ ഗ്രാഫിക് ഡിസൈനിങ് കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണ് റിപ്പിംഗ് കമ്പ്യൂട്ടർ. ഒരു റിപ്പിംഗ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ കോമ്പിനേഷൻ ആണ്? ഇമ്പോസിഷൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, ഒരു റിപ്പിംഗ് പ്രോസസ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, പ്രൂഫിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. ഈ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് CTP ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫയൽ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇനി നമുക്ക് പേജിനേഷൻ അല്ലെങ്കിൽ ഇമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. ഈ പേജിനേഷൻ തന്നെയാണ് നമുക്ക് ലേഔട്ടിംഗ് എന്ന് ഇമ്പോസിഷൻ എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് വായിക്കുക. താഴെയുള്ള ഈ പിക്ചറുകൾ ശ്രദ്ധിച്ചോളൂ. What are the matters should be considered while imposition? എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കണം? ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കണം? പേജ് ആൻഡ് ഷീറ്റ് സൈസ്, കിട്ടിയിട്ടുള്ള വർക്കിന്റെ പേജ് സൈസും പേജിന്റെ അളവും അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഷീറ്റിന്റെ സൈസും അറിയണം. നമ്പർ ഓഫ് പേജസ് ഓഫ് ദ പ്രിന്റഡ് പ്രൊഡക്റ്റ്, എത്ര പേജിൽ ഒരു വർക്കാണ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് എന്നറിയണം. ജോബ് കണ്ടന്റ്, അതിനകത്തുള്ള എന്തൊക്കെയാണ് അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് അറിയണം. പ്രിന്റിംഗ് പ്രസ്, ഏത് സൈസിലുള്ള പ്രിന്റിംഗ് പ്രസ്, അതായത് പ്ലേറ്റ് സൈസ്. ഒരു പ്രസ്സിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റിന്റെ സൈസാണ് നമ്മൾ പ്രിന്റിംഗ് പ്രസ്സിന്റെ സൈസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന പ്ലേറ്റിന്റെ അളവിനുള്ള ഒരു ആർട്ട് ബോർഡാണ് നമ്മൾ ഡിസൈനർ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വർക്ക് സ്റ്റൈല്, എന്താണ് വർക്ക് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ഹാഫ് ഷീറ്റ് വർക്കാണോ, ഷീറ്റ് വർക്കാണോ, മൾട്ടിപ്പിൾ വർക്കാണോ എന്നൊക്കെ അറിയണം. ഒരു ഹാഫ് ഷീറ്റ് വർക്കാണെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതായത് ഒരു ഷീറ്റ് പേപ്പറിന്റെ 2 വശവും പ്രിന്റ് ചെയ്യുന്നത് ഒരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ഷീറ്റ് വർക്കാണെങ്കിൽ നമുക്ക് 2 പ്ലേറ്റിന്റെ ആവശ്യമുണ്ട്, ഇന്നർ പ്ലേറ്റും ഔട്ടർ പ്ലേറ്റും. അതായത് ഒരു ഷീറ്റ് പേപ്പറിന്റെ 2 വശവും വ്യത്യസ്ത പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അത്തരം വർക്കുകൾ നമ്മൾ ഷീറ്റ് വർക്ക് എന്ന് പറയുന്നു. മൾട്ടിപ്പിൾ വർക്ക്, ഒരു പ്ലേറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ വർക്കുകൾ നമ്മൾ ഇടുകയാണെങ്കിൽ അത്തരം വർക്കുകളെയാണ് മൾട്ടിപ്പിൾ വർക്ക് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുക്ക് വർക്ക് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു നോട്ടീസ് വർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ 1ഓ 2ഓ വർക്കുകൾ ഒരു പ്ലേറ്റിൽ ഇടുകയാണെങ്കിൽ അത്തരം പൊസിഷനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ബൈൻഡിങ് സ്റ്റൈല്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ബൈൻഡിങ് സ്റ്റൈല് നമുക്ക് അറിയണം.
കാരണം സൈഡ് സ്റ്റിച്ച് ആണോ സെന്റർ സ്റ്റിച്ച് ആണോ എങ്കിൽ മാത്രമേ നമുക്ക് അതില് കട്ടിംഗ് മാർക്ക്, ഫോൾഡിംഗ് മാർക്ക്, രജിസ്ട്രേഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സൈഡ് സ്റ്റിച്ച് ആണെങ്കിൽ അതിന്റെ ഫോൾഡിംഗ് വ്യത്യാസം ഉണ്ടായിരിക്കും, സെന്റർ സ്റ്റിച്ച് ആണെങ്കിൽ അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പേജ് നമ്പർ മാറി പോവാതെ നമുക്ക് ഒരു ബുക്കിന്റെ രീതിയിലേക്ക് മടക്കി തുന്നിയെടുക്കുമ്പോൾ പേജ് നമ്പർ ഓർഡറിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ബൈൻഡിങ് സ്റ്റൈലും അറിയണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമ്പോസിഷനിൽ കൃത്യമായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. ഗ്രാഫിക് ഡിസൈൻ കഴിഞ്ഞ വർക്ക് എങ്ങനെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്ന മുഴുവൻ പ്രോസസ്സിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് CTP എന്നൊരു മെഷീനാണ്. ഇവിടെ നമ്മുടെ ആർട്ട് വർക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് പ്ലേറ്റിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്നു. അതായത് പ്ലേറ്റിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കുന്നു. ഇനി ഇതിന്റെ പ്രോസസ് എന്താണ് എന്ന് പറഞ്ഞാൽ, ഓരോ CTP മെഷീനും അതിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. അതിന്റെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ PDF ഫോർമാറ്റിലെ ഉള്ള നമ്മുടെ ആർട്ട് വർക്ക്, ആ ഫയല് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ അതിന് റിപ്പ് എന്നാണ് പറയുന്നത്. അതായത് റിപ്പിന്റെ ഫുൾ ഫോം റാസ്റ്റർ ഇമേജ് പ്രോസസർ. റിപ്പ് ഏരിയയിൽ വെച്ച് റെൻഡറിങ് നടക്കുന്നു. അതായത് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ ഫയല് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് അത് ഡോട്ടുകളായിട്ട് മാറുന്നു. ഈ റെൻഡറിങ്ങിനെ തന്നെയാണ് റിപ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ റിപ്പ് ചെയ്ത ഫയല് അല്ലെങ്കിൽ റെൻഡറിങ് കഴിഞ്ഞ ഫയൽ TIFF ഫയൽ ഫോർമാറ്റിലാണ് സേവ് ചെയ്യപ്പെടുന്നത്. TIFF ടാഗ് ഇമേജ് ഫയൽ ഫോർമാറ്റ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ JPG ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എലമെന്റ് ഗ്രൂപ്പ്. ഇത്തരത്തിലുള്ള ഫയൽ ഫോർമാറ്റുകൾ എന്തിനാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ മാനിപ്പുലേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് അതുപോലെ തന്നെ സ്വീകരിച്ചു വെക്കാൻ സാധിക്കും. അതായത് നമ്മൾ വേർഡിലൊക്കെ ചെയ്തിട്ട് ഒരു വർക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു ഡിവൈസിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പല ഫീച്ചേഴ്സും അതിൽ മാറിയിട്ടുണ്ടാവും. അതായത് ഒരു അലമാര പോലെ കുറെ കള്ളി ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായി അടുക്കി വെക്കാൻ സാധിക്കും. അതേസമയം ഒരു കള്ളി ഉള്ളൂ എങ്കിൽ എന്ത് സംഭവിക്കും? അത് അത്രയ്ക്ക് എളുപ്പമല്ല. അങ്ങനെ ടിഫിലോ JPGയിലോ സേവ് ചെയ്താൽ ആട്രിബ്യൂട്ട്സ് അതുപോലെ തന്നെ സേവ് ആവും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ CTP ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിനെ നമ്മൾ എന്ത് പറയുന്നു? TIFF ക്യാച്ചർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. ഇനി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്ക് ആണെങ്കിൽ അവിടെ ഒരു പ്ലേറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതായത് കളർ സെപ്പറേഷൻ വരുന്നില്ല. ഇനി ഒരു മൾട്ടി കളർ വർക്ക് ആണെങ്കിലോ നമുക്ക് 4 സെപ്പറേറ്റ് കളറിന്റെ പ്ലേറ്റുകൾ വേണം. 4 സെപ്പറേറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. കളർ സെപ്പറേഷനെ പറ്റിയിട്ട് നമ്മൾ 4th വോള്യത്തില് വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പേപ്പറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് സ്ക്രീൻ റൂളിങ്ങിലും വ്യത്യാസപ്പെടും. ഈ സ്ക്രീൻ റൂളിങ്ങും വ്യത്യാസപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരു ന്യൂസ് പേപ്പർ ഒക്കെ ദിവസവും കിട്ടുന്ന ന്യൂസ് പേപ്പറിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ആ പേപ്പറിന്? നമുക്ക് ഒരു ദിവസത്തെ ഉപയോഗത്തിനുള്ള ഒരു ക്വാളിറ്റി അതിനുള്ളൂ. അതേസമയം നല്ല നല്ല വർക്കുകൾ, ആർട്ട് പേപ്പർ, മാപ്പ് ലിത്തോ പോലെയുള്ള വർക്കുകളുടെ പ്രിന്റിംഗ് ആകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറിലായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പൊ ന്യൂസ് പേപ്പർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ക്രീൻ റൂളിംഗ് ഒരു 100 dpi മതിയാവും. ആർട്ട് പേപ്പറിലൊക്കെയാണ് പ്രിന്റിംഗ് എങ്കിൽ 150 dpi. മാപ്പ് ലിത്തോ ഒരു 120 dpi സ്ക്രീൻ റൂളിംഗ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇവിടെ കളർ സെപ്പറേഷൻ ചെയ്ത് 4 പ്ലേറ്റുകൾ വേണം പ്രിന്റിങ്ങിന് എന്ന് പറഞ്ഞു. ഇങ്ങനെ കിട്ടുന്ന 4 പ്ലേറ്റുകളാണ് പ്രിന്റിങ്ങിനായി പ്രസ്സിലേക്ക് കൊടുക്കുന്നത്. പ്രിന്റിംഗ് സാധാരണ പോലെ തന്നെ നടക്കുന്നു. ഇത്രയും പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ സ്കില്ല് കുറഞ്ഞു, ഓട്ടോമേഷൻ കൂടി.
അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഡിജിറ്റൽ ഡിസ്ക്രിപ്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് പ്രധാന സംഭവം. PC, Mac, ആപ്പിൾ പോലെയുള്ള കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കൂടുതലായിട്ട് ഈ ഗ്രാഫിക്സ് വർക്കുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആപ്പിൾ പോലെയുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാം. കുട്ടികളെ പഠിപ്പിക്കാൻ സാധാരണ PC മതിയാവും.